Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 47ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് ഞാൻ ചെയ്തത്. ഒന്ന് മീന് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കോവയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടി. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ആവോലിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ആവോലി അല്ലെങ്കിൽ ചെമ്മീൻ ഉപയോഗിച്ചാൽ ഈ കറി നന്നായിരിക്കും. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, കരിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാങ്ങയുടെ പുളി അനുസരിച്ച് എത്ര ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതൊന്ന് പുരട്ടിയെടുക്കാം. നന്നായി പുരട്ടിയിട്ട് മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറിയ തിള വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് കടുക്, ഉലുവ, മുളക്, കരിവേപ്പില ഇത്രയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്താൽ നമ്മുടെ സിമ്പിൾ മീൻ കറി റെഡി. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കോവയ്ക്കയും പച്ചമുളകും അരിഞ്ഞതും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ ഉരുളക്കിഴങ്ങും കോവയ്ക്കയും കുക്കായി വരുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കോവയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റി മെഴുക്കുവരട്ടിയാവും. അപ്പോൾ അത് ഞാനിങ്ങനെ ഇളക്കി മെല്ലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് സിമ്പിൾ റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.